പാക്കറ്റ് പാലാണെങ്കിൽ പോലും അത് തിളപ്പിക്കാതെ കുടിച്ചാൽ യാതൊരു മനസ്സമാധാനവും കിട്ടാറില്ല. മുൻകാലങ്ങളിൽ പ്രാദേശികമായി ലഭിച്ചിരുന്ന പാലിൽ ധാരാളം ബാക്ടീരിയകളും സൂക്ഷ്മജീവികളും വളരെയധികം അടങ്ങിയിരുന്നു. അതിനാൽ തന്നെ ഇവയെ നിർവീര്യമാക്കാൻ പാല് തിളപ്പിക്കേണ്ടത് വളരെയധികം അനിവാര്യമായിരുന്നു. എന്നാൽ ഇന്ന് പാക്കറ്റ് പാലുകളെയാണ് മിക്ക ആളുകളും കൂടുതൽ ആശ്രയിക്കുന്നത്. പാസ്ചറൈസേഷൻ ചെയ്തു വരുന്ന പാക്കറ്റ് പാൽ തിളപ്പിക്കേണ്ട ആവശ്യവുമില്ല. പാസ്ചറൈസേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഏവിയൻ ഫ്ലൂ വൈറസ്, മൈക്കോ ബാക്ടീരിയ, ഈക്കോളി, കോക്സിയെല്ല, ലിസ്റ്റീരിയ, കബിലോബാക്ടർ എന്നിവയുൾപ്പെടെയുള്ള മാരകമായ ബാക്ടീരിയകളെയും വൈറസുകളെയും നശിപ്പിക്കാൻ ഒരു നിശ്ചിത സമയത്തേക്ക് ഉയർന്ന താപനിലയിൽ പാൽ ചൂടാക്കുന്ന പ്രക്രിയയാണ്. പാക്ക് ചെയ്ത പാൽ ആദ്യമേ തന്നെ പാസ്ചറൈസേഷൻ ചെയ്താണ് ദോഷകരമായ ബാക്ടീരിയകളെ നശിപ്പിക്കുന്നത്. മാത്രമല്ല പാലിന്റെ ആയുസ് വർദ്ധിപ്പിക്കാനും ഈ പ്രക്രിയ വളരെയധികം സഹായിക്കും. അതിനാൽ തന്നെ ശരിയായി സംഭരിച്ച് പാക്ക് ചെയ്ത പാസ്ചറൈസ്ഡ് പാൽ തിളപ്പിക്കാതെ നേരിട്ട് കുടിക്കുന്നത് വളരെയധികം സുരക്ഷിതവുമാണ്. ഈ പാൽ വീണ്ടും തിളപ്പിച്ചാലും പ്രത്യേകിച്ച് ഗുണമൊന്നും ഇതിലൂടെ ലഭിക്കില്ല. മാത്രമല്ല പാലിന്റെ പോഷക ഗുണം കുറയ്ക്കാനും ഇത് കാരണമാകുന്നുണ്ട്. പാസ്ചറൈസ് ചെയ്ത് 100 ഡിഗ്രി പാൽ സെൽഷ്യസിന് മുകളിലുള്ള താപനിലയിൽ 10 മിനിറ്റിലധികം തിളപ്പിക്കുമ്പോൾ വൈറ്റമിൻ B2, B3, B6, ഫോളിക് ആസിഡ് എന്നിവയുൾപ്പെടെയുള്ള പല ഘടകങ്ങളുടെയും ധാതുക്കളുടെയും അളവ് കുറയ്ക്കാൻ ഇത് കാരണമാകും. മാത്രമല്ല കൂടുതൽ നേരം ഇത് തിളപ്പിക്കുകയാണെങ്കിൽ വൈറ്റമിൻ ഡിയുടെ അളവും കുറയും. മാത്രമല്ല ഇത് കാൽസ്യം ആഗീകരണം ചെയ്യുന്നത് കുറയ്ക്കാനും ഇടയാക്കുന്നുണ്ട്. എന്നാൽ പാൽ ചൂടോടെ കുടിക്കണമെന്ന് നിർബന്ധമുള്ളവർക്ക് പാൽ ചൂടാക്കി തന്നെ കുടിക്കാൻ കഴിയും. അത് തിളപ്പിക്കേണ്ടതില്ല. പലതരം പാൽ ഉപയോഗിക്കുമ്പോൾ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആദ്യം കൊഴുപ്പ് കുറഞ്ഞ പാൽ മിതമായ രീതിയിൽ മാത്രമേ ചൂടാക്കാവൂ. ഇത് പ്രധാനമായും പാലിലടങ്ങിയ പ്രോട്ടീൻ നഷ്ടമാകാതെ സംരക്ഷിക്കും. ആൽമണ്ട് മിൽക്ക്, സോയാ മിൽക്ക് എന്നിവ തിളപ്പിക്കാൻ ഒരിക്കലും പാടില്ല. ചൂടാക്കുന്നത് മൂലം പാലിന്റെ പോഷക ഗുണവും രുചിയും നഷ്ടപ്പെടാൻ കാരണമാകുന്നുണ്ട്. ലാക്ടോസ് നിർജീവമായ പാൽ ചെറുതായി തിളപ്പിക്കുന്നത് വളരെയധികം നല്ലതാണ്. ഇത് ലാക്ടോസ് എൻസൈമുകൾ വീണ്ടും ഉണ്ടാകാതിരിക്കാൻ വളരെയധികം സഹായിക്കും.